നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലമാണ് കോഴിക്കോട്. അപ്പം നമ്മൾ ട്രിപ്പിന് എല്ലാം റെഡിയാക്കി. നമുക്കൊരു കുഞ്ഞു മാവുണ്ട്. കുഞ്ഞു മാവ അവൾ നമ്മുടെ കസിനാണ്. അങ്കിളും ആൻറ്റിയും എല്ലാവരും ഉണ്ട്. ബാ പോവാം. ഇന്ന് നമ്മൾ പോകുന്നത് കോഴിക്കോടാണ്. എല്ലാ സെറ്റിങ്ങും നമ്മൾ ഇനി കാറിൽ കയറി എല്ലാം പോവാണ്. ഹലോ ഫ്രണ്ട്, നമ്മളിപ്പോൾ ഇതല്ല കൈ നമ്മൾ കോഴിക്കോട്ടിലെത്തിയിട്ടില്ലേ. വേറെ വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം. കോഴിക്കോട് ചെന്നപ്പം എല്ലാവർക്കും നല്ലപോലെ വിശന്നു. ആ സമയത്ത് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു, ദ ഷാപ്പ് എന്ന് പറഞ്ഞിട്ട്. നല്ല രസമെല്ലാം ഉണ്ടായിരുന്നു. ചെന്ന് കയറിയപ്പോൾ തന്നെ നല്ല ആംബിയൻസ് എല്ലാം ഉണ്ടായിരുന്നു. കിട്ടിയ പാടെ എല്ലാവരും മെനു എടുത്ത് തപ്പോടെ മെനു കാർഡിൽ തപ്പി നോക്കിയപ്പോൾ കുറേ സമയം തപ്പി നോക്കിയപ്പോൾ ഒരു സാധനം ഓർഡർ ചെയ്തു. തൊട്ടപ്പുറത്തെ ടേബിളിലാണ് തീയും അങ്ങനത്തെ കുറേ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നു. നമ്മളെല്ലാം അതെല്ലാം കണ്ടിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഭയങ്കര ലേറ്റായി വരാണ്. എനിക്കാണെങ്കിൽ ഉറക്കം വരാനെല്ലാം തുടങ്ങി. എൻ്റെ അനിയത്തിയെല്ലാം ഭയങ്കര വഴക്കായിരുന്നു. അവിടെ കുറേ നേരം കാത്തിരുന്ന് അവിടെ ഫുഡ് വന്നു. നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഉടനെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോയി. അവിടുത്തെ സ്നോ ഫാൻറ്റസി അവിടെ എത്തിയപ്പോൾ വിൻ്റർ സ്യൂട്ട് കിട്ടി. ഡ്രസ്സ് ഇടാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ഒരു സോക്സിൻ്റെ മേലെ ഒരു സോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ ചെന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ഐസെല്ലാം എടുത്ത് എറിഞ്ഞു. എൻ്റെ അമ്മയും അച്ഛനും കൂടി എല്ലാം സ്നോ എല്ലാം എടുത്ത് വാരിയിട്ട് അവിടെ കുറേ റൈഡ്സ് എല്ലാം ഉണ്ടായിരുന്നു. അതിലെല്ലാം നമ്മൾ കയറി. നല്ല രസമുണ്ടായിരുന്നു.
ബെല്ലയ്ക്ക് കുറച്ച് സമയം എസ്ലീനെ ഉള്ളിൽ കയറ്റിയിട്ടുള്ളൂ. നമ്മുടെ അച്ഛനെല്ലാം ഇങ്ങനെ ചെയറിലെത്തിച്ച് വലിച്ചോണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ തണുത്തിട്ട് ഭയങ്കരമായിരുന്നു. അടുത്ത നമ്മൾ കുറച്ച് സമയം സ്ഥലത്ത് ഇരുന്ന് കുറേ സമയം കഴിച്ചിട്ട് എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവരുടെയും ബെല്ലയുടെ എല്ലാം മൂക്ക് ചുമക്കാൻ തുടങ്ങി. എനിക്കെല്ലാം ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നെല്ലാം ഉണ്ടായിരുന്നു. നമ്മളവിടുന്ന് കുറേ സമയം കളിച്ച് എല്ലാവർക്കും തണുക്കാനായപ്പോൾ നമ്മൾ പോകാൻ റെഡിയായി. സ്നോ ഫാൻറ്റസിയിൽ കഴിഞ്ഞിട്ട് അവിടെ ഒരു വലിയൊരു റൈഡ് ഉണ്ടായിരുന്നു. അവിടെ കയറാൻ പോയതാണ്. അതിനുള്ള ഡ്രസ്സസ് എല്ലാം ചെയ്യായിരുന്നു. അങ്ങനെ ഹെൽമെറ്റും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. വെള്ളയാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ടു ഡ്രസ്സൊന്ന് ഇട്ട് കഴിയാൻ. എന്നിട്ട് പിന്നെ ഞാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഡ്രസ്സെല്ലാം ചെയ്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെയും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം അവൾക്ക് ഹെൽമെറ്റ് എല്ലാം വെച്ച് കൊടുത്തു. നല്ല ഹൈറ്റുള്ള റൈഡായിരുന്നു. പെട്ടെന്ന് താഴെ എത്തും. പിന്നെ ബെല്ലേനെ ആദ്യം വിട്ടു. പക്ഷെ ബെല്ല തിരിച്ചു വന്നു. അപ്പം ഞാൻ ആദ്യം പോയി. നല്ല കൂൾ റൈഡായിരുന്നു. നല്ല പെട്ടെന്ന് എത്തി. ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. കൈയെല്ലാം എങ്ങനെയല്ലോ വെക്കാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പോയ അത്ര സമയം ഉണ്ടായിട്ടുള്ളൂ. അപ്പം തന്നെ ഞാൻ താഴെ എത്തി. ബെല്ലയും അത്രയും പെട്ടെന്ന് തന്നെയാണ് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ റൈഡ്. ഭയങ്കര ഹൈറ്റിൽ നിന്നാണ് താഴേക്ക് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബെല്ല വരുന്നുണ്ട്. ബെല്ലേനെയും സെയിം ടൈമിലാണ് എത്തിയത്. സ്നോ ഫാൻറ്റസിയിൽ പോയിട്ട് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. നേരെ വീട്ടിലേക്ക് തന്നെ പോയി. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.